ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അതിക്രമം നടത്തിയ കേസിൽ ഒളിവിൽ കഴിയുന്ന SDPI പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ബാബു കുടുക്കിൽ ഒളിവിലിരുന്നാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ നാട്ടിൽ കലാപം നടത്താം, പീഡിപ്പിക്കാം, ഒപ്പം കൊലപാതകവും നടത്താം. അതിന് പോലീസ് സംരക്ഷണം ഒരുക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും എപ്പോഴാണ് ഈ പ്രതികൾ വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്? പോലീസ് ഇതൊന്നും കണ്ടില്ലേ? അശ്വതി, ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസുള്ള ആളാണ് ഈ ബാബു കുടുക്കിൽ. ഇദ്ദേഹം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം കുറെ കാലമായി ഒളിവിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്താണുള്ളത്. ഇത്തരത്തിൽ ഈ നാട്ടിലേക്ക് വരികയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. കാരണം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പത്രിക നൽകാൻ ഇതിൽ ഒപ്പിടേണ്ട ആവശ്യമുണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ ഈ സമയത്ത് ഉൾപ്പെടെ ഇദ്ദേഹം കേരളത്തിൽ വരാതെ ഈ മറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ എവിടെയോ വന്ന ശേഷം ഇത്തരത്തിൽ ഈ ഒരു, അതായത് UDFന്റെ കൃത്യമായ പിന്തുണയോടുകൂടി തന്നെ ഇദ്ദേഹം ഈ പേപ്പറിലെല്ലാം സൈൻ ചെയ്യുകയും ഇത് വരണാധികാരിയെ ഏൽപ്പിക്കുന്ന നടപടിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ കൃത്യമായി തന്നെ UDFന്റെ പിന്തുണയുണ്ട്, പാർട്ടി പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഒളിവിൽ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. ഇദ്ദേഹം വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന് തന്നെയാണ്. കാരണം പോളിംഗ് ബൂത്തിൽ ഉൾപ്പെടെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പോലീസുകാരുണ്ട്. ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഉയർന്ന ഒരു ചോദ്യം. അതായത് കൃത്യമായി തന്നെ ഇതിന് പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ തന്നെ പോലീസുകാർ കണ്ണടച്ചതാണെന്ന് പറയേണ്ടി വരും പ്രേക്ഷകരോട്. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ബൂത്തിൽ ഉൾപ്പെടെ പോലീസുകാരുടെ നീണ്ട നിരയുണ്ടാകും. കാരണം ആളുകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ കള്ളവോട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കണ്ടെത്താനൊക്കെയാണ് ഇവിടെ പോലീസ് ഉള്ളത്. സംരക്ഷണം നൽകേണ്ട പോലീസാണ് ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എങ്ങനെയാണ് ഇത്തരത്തിലൊരു പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്ത് ഒരാൾക്ക് പോകാൻ കഴിയുക? കാരണം ഇയാൾ സ്ഥാനാർത്ഥി കൂടിയാണ്, വോട്ട് ചെയ്യാതിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഈ ഒരു പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ കൃത്യമായി തന്നെ പോലീസ് സംരക്ഷണം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇതിനായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 351 പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏകദേശം 50 പേർ മാത്രമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടെല്ലാം അറസ്റ്റിലായിട്ടുള്ളത്. കാരണം അപ്പോൾ തന്നെ ഇതിൽ വലിയ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പ്രതിയായ ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നു. അദ്ദേഹം വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു.